Hello friends, today's topic is most economical trapezoidal channel. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ മോസ്റ്റ് എക്കണോമിക്കൽ റെക്റ്റാങ്കുലർ ചാനൽ നമ്മൾ പഠിച്ചു. സിമ്പിളാണ്, ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഡെറിവേഷനാണ് മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോയിഡൽ ചാനൽ. പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ ചാനലിൻ്റെ അതുപോലെ തന്നെയാണ്. സോ കൺസിഡർ എ ട്രപ്പീസോയിഡൽ ചാനൽ എ ബി സി ഡി. ഈ ബ്രൗൺ കളറിൽ വരച്ചിട്ടുള്ളതാണ് ട്രപ്പീസോയിഡൽ ചാനൽ. ഈ ബ്ലൂ ആണ് വാട്ടർ ലൈന് എന്ന് പറയണമെങ്കിൽ. സോ ദ സൈഡ് സ്ലോപ്പ് വിൽ ബി 1 in n, ദാറ്റ്സ് 1 vertical in n horizontal. n horizontal പോകുന്ന സമയത്ത് 1 vertical ആണ് ഇതിൻ്റെ സ്ലോപ്പ്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലോപ്പ് വരിക. ഇത് n ആണെങ്കിൽ ഇത് 1. സോ ഇത് d ആണെങ്കിൽ ദിസ് ഈസ് എൻ ഡി. സോ ഡെപ്ത് വിൽ ബി d. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എൻ ഡി. ഇതാണ് ഈ സ്ലോപ്പ്. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എൻ ഡി. ഈ ഡിസ്റ്റൻസ് എൻ ഡി ആണ്, ഈ ഡിസ്റ്റൻസ് എൻ ഡി ആണ്. ദ ബോട്ടം width of the trapezoidal channel is b. So top width of the channel will be b plus nd plus nd. That is b plus 2nd. ഇത്രയൊക്കെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാനുള്ളൂ. നമ്മൾ ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് ഏരിയ ഓഫ് ചാനൽ. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ചാനൽ അല്ലെങ്കിൽ ഏരിയ ഓഫ് ഫ്ലോ ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ടോപ്പ് വിഡ്ത്ത് പ്ലസ് ബോട്ടം വിഡ്ത്തിൻ്റെ ആവറേജ്. അതാണ് ഇതിൻ്റെ ലെങ്ത് ആക്കി എടുക്കുക, ഡെപ്ത് ആയിട്ട് ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സി പ്ലസ് മുകളിൽ എ ഡി, അതിൻ്റെ രണ്ടിനും ആവറേജ്, ദാറ്റ് ഈസ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി ആണ് ഏരിയ. ബി സി ഈസ് ബി, ബി സി ഈസ് സ്മോൾ ലെറ്റർ ബി, ആൻഡ് എ ഡി ഞാൻ പറഞ്ഞു ബി പ്ലസ് 2nd ആണ് അല്ലേ. ബി പ്ലസ് എൻ ഡി പ്ലസ് എൻ ഡി, ദാറ്റ് ഈസ് ബി പ്ലസ് 2nd. ഇതാണ് എ ഡി എന്ന് പറയണമെങ്കിൽ. ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി, ദാറ്റ് ഈസ് 2b പ്ലസ് 2nd, 2b പ്ലസ് 2nd ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡി. 2 get cancelled, that is b plus nd ഇൻറ്റു ഡി. ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ് ഏരിയ എന്ന് പറയണമെങ്കിൽ. ഓക്കെ, ഇത് നമുക്ക് എഴുതാം. എ ബൈ ഡി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി, ദറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എ ബൈ ഡി മൈനസ് എൻ ഡി. ബ്രെഡ്ത്ത് എന്ന് പറയണമെങ്കിൽ എ ബൈ ഡി മൈനസ് എൻ ഡി. നമ്മൾ ബീൻ്റെ ടേം മാറ്റി എഴുതി. ബി ഈസ് ഈക്വൽ ടു എ ബൈ ഡി മൈനസ് എൻ ഡി എന്ന് പറഞ്ഞ് കിട്ടി. സോ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. സോ ദിസ് ഇസ് ദ ഏരിയ. അങ്ങനെ ബീൻ്റെ ടേമിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്റർ, വെറ്റഡ് പെരിമീറ്റർ പി എന്നുകൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി. ഇത്രയും ലെങ്ത്തിലാണ് വാട്ടർ ടച്ച് ചെയ്യുക അല്ലേ. എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി. ഇതിൽ ബി സി നമുക്കറിയാം ബി ആണെന്നുള്ളത്. എ ബി എത്രയാണ് നോക്കുക. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ എൻ ഡി ആണ്, ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ഡി അല്ലേ. സോ ദിസ് ഡിസ്റ്റൻസ് വിൽ ബി എന്തായിരിക്കും, റൂട്ട് ഓഫ് എൻ സ്ക്വയർ ഡി സ്ക്വയർ. ഇത് എൻ ഡി സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ എൻ സ്ക്വയർ ഡി സ്ക്വയർ ആണ്. താഴെ ലംബം സ്ക്വയർ എന്ന് പറയുകയാണെങ്കിൽ ഡി സ്ക്വയർ അല്ലേ. ഡി പുറത്തേക്ക് എടുത്താൽ ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും അല്ലേ. ഡി സ്ക്വയർ പുറത്തെടുത്താൽ ഡി സ്ക്വയർ ഇൻറ്റു എൻ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. ഡി സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ദറ്റ് ഇസ് ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും ഈ സൈഡ് എന്ന് പറഞ്ഞെങ്കിൽ. സോ ദിസ് സൈഡ് വിൽ ബി ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. ഈ സൈഡും സെയിം തന്നെ. സോ വെറ്റഡ് പെരിമീറ്റർ പി വിൽ ബി എ ബി പ്ലസ്, ദറ്റ് ഈസ് ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 പ്ലസ് ബി സി എന്ന് പറയുകയാണെങ്കിൽ ബി ആണ്, സി ഡി എന്ന് പറയുകയാണെങ്കിൽ ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1.
So that is equal to b plus 2d into root of n square plus 1. d into root of n square plus 1, d into root of n square plus 1 എന്നാണെങ്കിൽ 2d into root of n square plus 1. That is b plus 2d into root of n square plus 1. b ൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ p is equal to a by d minus nd plus 2d into root of n square plus 1. സോ ഇതെല്ലാം ഡിൻ്റെ ടേമായി മാറി അല്ലേ. സോ p is equal to a divided by d minus n into d plus 2d into root of n square plus 1 എന്ന് പറഞ്ഞ് എഴുതി. നമുക്കറിയാം ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ p should be minimum അല്ലേ. p മിനിമം ആയിരിക്കണം. ദാറ്റ് ഈസ് dp on d should be 0 and we have our p here, that is d by d of d into p is a by d minus nd plus 2d into n square plus 1. That is a by d minus nd plus 2d into root of n square plus 1 ആണ് p എന്ന് പറയുന്നത് equal to 0. then ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. a ഡിവൈഡ് ബൈ ഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ d റൈസ് ടു -1 ആകുമ്പോൾ മൈനസ് a ഡിവൈഡഡ് ബൈ d സ്ക്വയർ മൈനസ് n ഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ n പ്ലസ് ഇത് ഈ ടേമിനകത്ത് ഈ d മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 0. നമുക്ക് എങ്ങനെ എഴുതാം? a ഡിവൈഡ് ബൈ d സ്ക്വയർ പ്ലസ് n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഈ രണ്ട് മൈനസിന് ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി ദാറ്റ് ഈസ് a ഡിവൈഡ് ബൈ d സ്ക്വയർ പ്ലസ് n ഇൻറ്റു n ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് കിട്ടി. നമുക്കിവിടെ ഫസ്റ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ എക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എ ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. ഡിവൈഡ് ബൈ ഡി സ്ക്വയർ പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എൻ ഡി ഡിവൈഡഡ് ബൈ ഡി, ഈ ഡിയും ക്യാൻസലായി, പ്ലസ് എൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞ് കിട്ടി. ഈ ഡീനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ബി പ്ലസ് എൻ ഡി പ്ലസ് എൻ ഡി ഡിവൈഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ദാറ്റ് ഈസ് ബി പ്ലസ് 2nd ഡിവൈഡ് ബൈ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. 2നെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക, ഡീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ദാറ്റ് ഈസ് ബി പ്ലസ് 2nd ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഇത് എവിടെയില്ലാതെ കൊണ്ടുപോയി നിർത്തിയെന്ന് വിചാരിക്കരുത്. ഈ ടേം നമുക്ക് പരിചയമുള്ളതാണ്. ഇത്രയും ചെയ്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബി പ്ലസ് 2nd ബൈ ഡീനെ ഈ ഡീനെ അപ്പുറത്തേക്കും 2നെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. ദാറ്റ് ഈസ് ബി പ്ലസ് 2nd ബൈ 2 ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ബി പ്ലസ് 2nd നമുക്ക് പരിചയമുള്ള ടേമാണ് അല്ലേ. ബി പ്ലസ് 2nd എന്ന് പറയുമെങ്കിൽ ഇതിൻ്റെ ടോപ്പ് കൊടുത്താണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ബി പ്ലസ് 2nd ബൈ 2 എന്ന് പറയുമെങ്കിൽ ടോപ്പ് കൊടുത്തിൻ്റെ പകുതി. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഡി ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുമെങ്കിൽ ഇതിൻ്റെ സൈഡ് സ്ലോപ്പ് ആണെന്നുള്ളതും നമുക്കറിയാം. സോ ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ടോപ്പ് കൊടുത്തിൻ്റെ പകുതി എന്തിന് ഈക്വൽ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ ലെങ്ത് ഓഫ് വൺ സൈഡ് സ്ലോപ്പ്.
top width divided by 2 will be equal to the length of one side slopes, that is equal to d into root of n square plus 1. So ഇതാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയണമെങ്കിൽ. സോ നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് കൂടെ കണ്ടുപിടിക്കാം. സോ സെക്കൻഡ് വൺ ഈസ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുകയാണെങ്കിൽ എന്താ? ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എം ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ നമുക്കറിയാം ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ് അല്ലേ? ആൻഡ് പി ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി പ്ലസ് 2d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആണ്. ഇതെല്ലാം ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏരിയ എന്ന് പറയണമെങ്കിൽ ബി പ്ലസ് എൻ ഡി ഇൻറ്റു ഡി ആണ്. ആൻഡ് പി ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1. ഇത് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചതിൻ്റെ താഴേക്ക് എടുത്ത് എഴുതി. നോക്കുക, 2d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയണമെങ്കിൽ എന്താ? ഇസ് ബി പ്ലസ് 2d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി പ്ലസ് 2nd ബൈ 2 ആണ് അല്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ബി പ്ലസ് 2nd ബൈ 2 എന്ന് പറയുകയാണെങ്കിൽ ഒരു സൈഡ് സ്ലോപ്പ് d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. സോ ബി പ്ലസ് 2nd എന്ന് പറയണമെങ്കിൽ 2 ഇൻറ്റു d ഇൻറ്റു റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് 1 ആണ്. സോ ദാറ്റ് ഈസ് വിൽ ബി ഈക്വൽ ടു ബി പ്ലസ് 2nd ആയിരിക്കും ബി എന്ന് പറയണമെങ്കിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2b പ്ലസ് 2nd ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ബി പ്ലസ് nd ആയിരിക്കും പി എന്ന് പറയണമെങ്കിൽ. സോ എം ഈസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ. ഏരിയ വിൽ ബി ബി പ്ലസ് nd ഇൻറ്റു ഡി ആൻഡ് പെരിമീറ്റർ വിൽ ബി b plus nd into 2, this one. b plus nd and b plus nd get cancelled, that will be equal to d by 2. M is equal to depth by 2. This is the second condition of the most economical trapezoidal channel section. So first condition എന്തായിരുന്നു? ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞെങ്കിൽ സൈഡ് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയണമെങ്കിൽ ഡെപ്തിൻ്റെ പകുതി ആയിരിക്കണം. And there is a third condition for most economical trapezoidal channel section. And the third side is the three sides of a trapezoidal section of the most economical section are tangential to the semicircle described on the waterline. വേറെ പേപ്പറിൽ വരച്ചിട്ടുണ്ട്. നോക്കുക, ഈ വാട്ടർ ലൈനിൽ ഒരു സെമി സർക്കിൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇതിൻ്റെ 3 സൈഡും ട്രപ്പീസോയിഡിൻ്റെ 3 സൈഡും ഈ സെമി സർക്കിളിന് ടാൻജൻഷ്യലായിട്ട് പോകണം. നമുക്ക് ദ 3 sides ഓഫ് ദ ട്രപ്പീസോയിഡൽ സെക്ഷൻ ഓഫ് ദ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ആർ ടാൻജൻഷ്യൽ ടു ദ സെമി സർക്കിൾ ഡിസ്ക്രൈബ്ഡ് ഓൺ ദ വാട്ടർ ലൈൻ. ഇതും കൂടെ പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫിഗർ ABCD എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ട്രപ്പീസോയിഡൽ സെക്ഷൻ. ഇതിനകത്ത് ഒരു സെമി സർക്കിൾ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാം. ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ സ്ലോപ്പിംഗ് സൈഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഈ ആംഗിൾ തീറ്റയാണ് ആൻഡ് ദിസ് ആംഗിൾ ഈസ് ഓൾസോ തീറ്റ. ദിസ് ആംഗിൾ മെയ്ഡ് ബൈ ദ സ്ലോപ്പിംഗ് സൈഡ് വിത്ത് ദ ഹൊറിസോണ്ടൽ. നോക്കുക, ഇതിൻ്റെ സെൻറ്ററാണ് O എന്ന് പറഞ്ഞു. ഈ സെൻറ്ററിൽ നിന്നും AOക്ക് പെർപെൻഡിക്കുലറായിട്ട് ഒരു ലൈൻ വരച്ചു. Oയിൽ നിന്നും ABക്ക് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചു വിച്ച് മീറ്റ് അറ്റ് F. So we got a triangle AOF.
ട്രയാങ്കിൾ AOF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. where theta OAF is equal to theta അല്ലേ, അങ്ങനെ തന്നെ എഴുതാം. OAF ആണ് ട്രയാങ്കിൾ where angle OAF is equal to theta. So sin theta will be opposite side OF divided by OA. Sin theta will be OF divided by OA. Angle OF is equal to OA sin theta. OF will be equal to OA sin theta. ഇനി ഇവിടെ വേറൊരു ട്രയാങ്കിൾ എടുക്കാം. വേറെ ട്രയാങ്കിൾ എടുത്തു. ഈ ഡെപ്ത് D ആണ്, which meet at E. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൊടുത്തു. ഇവിടെയും ഒരു തീറ്റ ഉണ്ട് അല്ലേ. സോ സൈൻ തീറ്റ, ഇവിടെ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് AE ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് AE ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് AB, ദാറ്റ് ഈസ് AE ഡിവൈഡ് ബൈ AB. AE എന്ന് പറയുന്നത് നമുക്കറിയാം ഡെപ്ത് D ആണ്. ആൻഡ് AB എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം സൈഡ് സ്ലോപ്പ് എന്ന് പറയുകയാണെങ്കിൽ D ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് n സ്ക്വയർ ആണ്. D ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് n സ്ക്വയർ ആണ്. D and D get cancelled, that is 1 divided by root of 1 plus n square ആണ് sin theta എന്ന് പറഞ്ഞെങ്കിൽ. So substitute this sin theta here. That is OF is equal to OA into sin theta ക്ക് പകരം എന്ത് ചെയ്യുക, 1 divided by root of 1 plus n square എന്ന് പറഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് AO അല്ലെങ്കിൽ OA എന്ന് പറയുകയാണെങ്കിൽ ഹാഫ് ദ ടോപ്പ് കൊടുത്താൽ അല്ലേ, ദറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ദ ടോപ്പ് കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാം, B പ്ലസ് 2ND ഡിവൈഡ് ബൈ 2. ഇത് ഈസ് ഈക്വൽ ടു എന്താ, ഹാഫ് എടുത്തുണ്ടെങ്കിൽ സൈഡ് സ്ലോപ്പിന് ഈക്വൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു D ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1 ആണ്. സോ OF ഈസ് ഈക്വൽ ടു OF is equal to OA എന്ന് പറഞ്ഞെങ്കിൽ D into root of n square plus 1 divided by root of n square plus 1 ആണ്. That is OF is equal to D എന്ന് പറഞ്ഞ് കിട്ടി അല്ലേ. OF is depth. ഇവിടേക്കും ഡെപ്ത് ആണ്, മൂന്ന് സൈഡിലേക്കും ഡെപ്ത് ആണ്. OF എന്ന് പറയണമെങ്കിൽ ഈ പോകുന്ന സർക്കിളിൻ്റെ സെൻറ്റർ ആണെങ്കിൽ റേഡിയസ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് ഫ്ലോ. സോ വി ഗോട്ട് 3 കണ്ടീഷൻസ് ഫോർ ദ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ ചാനൽ സെക്ഷൻ. ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഇതിൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഇസ് B പ്ലസ് 2ND ബൈ 2 ഈസ് ഈക്വൽ ടു സൈഡ് സ്ലോപ്പ് ദാറ്റ് ഈസ് ഈക്വൽ ടു D ഇൻറ്റു റൂട്ട് ഓഫ് n സ്ക്വയർ പ്ലസ് 1. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് hydraulic mean depth m is equal to D by 2. And the third condition is a semicircle drawn from O. A semicircle drawn from O with radius equal to the depth of flow will touch the 3 sides of a channel. 3 sides of this channel. ഇങ്ങനത്തെ 3 കണ്ടീഷനും എന്തിനകത്തുണ്ട്, മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പിസോയിഡൽ സെക്ഷനകത്തുണ്ട്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.